നല്ല സൗഹൃദങ്ങൾ എന്നും വിലപ്പെട്ടതല്ലേ? എൻ്റെ 2-3 സുഹൃത്തുക്കൾ എന്നോട് ഓണക്കോടി എടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് പാകമായത് ഞാൻ തന്നെ പോയി എടുക്കണമല്ലോ. അങ്ങനെ അതിന് പോവുകയാണ്. ബസ്സിനാട്ടോ പോകുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് അരുണാക്കി തരികയാണ്. കൂടെ കുട്ടികളും ഉണ്ട്. അവർ മുമ്പിൽ വേറൊരു ബൈക്കുമ്മ പോയി. ഞാൻ ഇവൻ്റെ കൂടെയും ബൈക്കുമ്മലയാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് ഞങ്ങൾ 3 കൂടിയും ഒരു ബൈക്കുമ്മൽ വീഡിയോ എടുക്കില്ല, അത് കാണുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ആദ്യം കുറച്ച് നേരം ബസ്സിന് കാത്തു നോക്കി, ബസ് കിട്ടൂല എന്ന് തോന്നിയപ്പോൾ പിന്നെ ബൈക്ക് എടുത്ത് ഉള്ളിലേക്ക് പോകുന്നതാട്ടോ. അപ്പം എൻ്റെ 3 സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ അവരുടെ തന്നെ ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. ഉള്ളിയേരി എത്തി. അവിടുന്ന് നേരെ കോഴിക്കോടേക്ക് ബസ് കയറിയിട്ടോ. കോഴിക്കോട് നിന്നാണ് എടുക്കുന്നത്. കാറൊന്നും കണ്ടിട്ട് കോഴിക്കോട് ആ ഭാഗത്തേക്കേ അടുക്കാൻ പറ്റുന്നില്ല. ബസ്സിന് തന്നെ വളരെ ബ്ലോക്കായിട്ട് നിൽക്കുക കേട്ടോ. എല്ലാ ബസ്സും ലേറ്റായിട്ടാണ് ഓടുന്നത്. എല്ലാ ബസ്സും ടൈറ്റ് ലോഡിലുമാണ് ഓടുന്നത്. അപ്പോൾ വിശേഷം കാണാം. അങ്ങനെ കോഴിക്കോട് ഷോപ്പിലെത്തി ചെന്നം പിന്നം വാരിയിടാൻ തുടങ്ങി കേട്ടോ. സുഹൃത്തുക്കളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, പറയുന്നില്ല, അതവിടെ നിൽക്കട്ടെ. എനിക്ക് മേടിച്ച് തരുന്നത് ഞാൻ അറിഞ്ഞാൽ മതിയല്ലോ. എന്നാലും ഒരു സന്തോഷത്തിലാട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. അവരെ വെറുതെ എയറിൽ കയറ്റണ്ടെന്ന് കരുതിയിട്ടാട്ടോ അവരുടെ പേരുകൾ ഞാൻ ഇതിലേക്ക് മെൻഷൻ ചെയ്യാതിരിക്കുന്നത്. അപ്പം ഡ്രസ്സ് ഒരുപാട് നോക്കി. അപ്പോഴാണ് അരുണിൻ്റെ ഒരു സുഹൃത്തിനെ കിട്ടിയത്. അവിടുത്തെ സ്റ്റാഫായിരുന്നു. പിന്നെ ആ കൊച്ച് എനിക്കെല്ലാം എടുത്തിട്ട് തന്ന്, എനിക്കൊക്കെ റെഡിയാക്കി തന്നു കേട്ടോ. ഈ പയ്യനല്ലേ, വേറൊരു കൊച്ച് വരുന്നുണ്ട്. അവളുടെ വരവോടുകൂടി എനിക്കെല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടിയുടെ വരവാണ് ആദ്യം ഞാൻ എടുത്ത ഈ ഒരു ചുരിദാർ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ചെനിക്ക് ടൈറ്റായിരിക്കുമെന്ന്, എന്നാൽ ടൈറ്റല്ല കേട്ടോ. ഇത് ട്രയൽ ചെയ്ത് നോക്കിയതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒന്നിതാണ് എടുത്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഡ്രസ്സ്. പൊതുവെ അറിയാമല്ലോ, എനിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ചെന്നം പിന്നം നമ്മൾ തപ്പൽ തുടങ്ങി കേട്ടോ. തപ്പി ആ കൊച്ച് ഓരോരോ മോഡൽ എടുത്തുകൊണ്ട് വരും. ഇതാട്ടോ ആ കൊച്ചിനെ ഞാൻ പൂർണ്ണമായിട്ട് കൂട്ടിയില്ല, നിങ്ങളെയൊക്കെ പേടിച്ചിട്ട് തന്നെ. അപ്പോൾ ഓരോന്ന് എടുത്തിട്ടും ഇതിൻ്റെ വേറൊരു ഷെയ്ഡാട്ടോ ഞാൻ ഇട്ട് നോക്കിയത്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് എനിക്ക് കുറേ ഈ ഒരു കളറുള്ളത് കൊണ്ട് ഞാൻ അതങ്ങനെ എടുത്തില്ല. എനിക്ക് കളറ് ഇല്ലാത്ത കളറ് നോക്കിയിട്ടാണ് ഞാൻ നോക്കിയത്. കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഞാൻ എടുത്ത ഡ്രസ്സ് ഇതാണ്. ഇതെൻ്റെ ഒറ്റയെടുത്ത് കൂട്ടുകാരൻ മേടിച്ച് തന്നതാണ്, ഓണത്തിൻ്റെ കോടിയാട്ടോ. അതേപോലെ തന്നെ പിന്നെ എടുത്തത് ഇതാണ്. ഇതും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പം 3 ചുരിദാറാണ് ഞാൻ ഇന്ന് അവിടെ നിന്ന് എടുത്തത്. ആ 3ഉം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ പോയത് നമ്മുടെ സെറ്റ് സാരിയുടെ സെക്ഷനിലേക്കാണ്. എന്നോട് സെറ്റ് സാരി എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഈ പറഞ്ഞത് പോകണം. അവരൊക്കെ ദൂരെയുള്ള ആൾക്കാരാണ്. അവർക്ക് എടുത്ത് അയക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടും എൻ്റെ സൈസ് ആവില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനും ആയതുകൊണ്ട് എന്നോട് എടുക്കാൻ പറഞ്ഞതാണ്. എന്നിട്ട് ബില്ല് അവരാട്ടോ പേ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് സംഭവം വരുന്നത്. അപ്പോൾ സെറ്റ് സാരി എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ സെറ്റ് സാരി നോക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സാരിയാണ് ഞാൻ എടുത്തത്. എനിക്കിതിനെപ്പറ്റി വലിയ പിടുത്തല്ല. പിന്നെ ഈ എന്താ പറയുക, മയിൽപ്പീലും കണ്ണനൊക്കെ ഉള്ളത് ഞാൻ എടുത്തിട്ടില്ല. കാരണം ഓൾറെഡി അതെൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ എനിക്ക് ഓരോരുത്തർ മേടിച്ച് തരുന്നതാട്ടോ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെ ഈ വീഡിയോസിൻ്റെ താഴെ ഈ നെഗറ്റീവ് കമൻറ്റുകൾ മാത്രമല്ലേ കാണാറുള്ളൂ. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അവരുടെ ഓരോരുത്തരുടെ വകയായിട്ടാണ് ഈ ഓരോരോ ഓണക്കോടിയും. ഇതിനു മുമ്പേ 3 ഓണക്കോടി ഞാൻ മേടിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഇങ്ങനെ ഓരോരുത്തർ മേടിച്ച് തരുന്നതാണ്. അതിലൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മളെയും സ്നേഹിക്കാൻ ആളുണ്ട് എന്നുള്ളത് നിങ്ങളോട് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അപ്പം ഞാനിതേ സാരി ഈ ഒരു എടുത്ത പോലെ നല്ല വീതിയുള്ള ബോർഡറുള്ള ഒരു സാരിയാണ് എടുത്തത്.
എല്ലാ വീഡിയോ എടുത്ത് സാരീൻ്റെത് എടുക്കാൻ മറന്നുപോയി. മോനോട് എടുക്കാൻ ഏൽപ്പിച്ചതാണ്. അതിനൊരു സ്കൈ ബ്ലൂ കളറ് ഇതാട്ടോ ബ്ലൗസാണ് ഞാൻ ഇടുന്നത്. അങ്ങനെ സാരിയും നോക്കി അതും എടുത്ത് പിന്നെ പോയത് ഞാൻ ഷർട്ട് മേടിക്കാനാണ്. എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഓണമായാലും വിഷു ആയാലും പെരുന്നാളായാലും ബർത്ത്ഡേ ആണെങ്കിലൊക്കെ അരുണിന് ഞാൻ വൈറ്റ് ഷർട്ട് മാത്രമേ മേടിച്ചു കൊടുക്കാറുള്ളൂ. അതെന്താണെന്ന് നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവൂലേ? ഷോപ്പിൽ വേറെ വൈറ്റ് അല്ലാതെ വേറെ കളർ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ ഈ വൈറ്റ് മാത്രം തപ്പുന്നത്. അതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. എൻ്റെ ഒറ്റടുത്ത കൂട്ടുകാരൻ, എൻ്റെ ചങ്ക് ബ്രോ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനൊരു വൈറ്റ് ഷർട്ട് ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ ആ ഷർട്ട് അരുണിന് ഇഷ്ടമായി. അരുൺ അത് എടുത്ത്. അപ്പം എനിക്ക് അത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഫീലായി. കാരണം എന്താ വെച്ചാൽ അവൻ അത്രമേൽ ഷർട്ട് ഉണ്ടായിട്ടും അവൻ ആ ഒരു വൈറ്റ് കളർ ഷർട്ട് ഇഷ്ടമായിട്ട് അവൻ്റെ കയ്യിൽ ആ കളക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് എടുത്തപ്പം പിന്നീട് ഞാൻ എവിടെ എങ്ങനെ മേടിക്കുകയാണെങ്കിലും വൈറ്റ് അല്ലാതെ ഒരു ഷർട്ട് ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ മേടിക്കുന്ന 6-മത്തെയോ 7-മത്തെയോ വൈറ്റ് ഷർട്ടാണ്. ഞാൻ അവനോട് പറഞ്ഞു എന്തായാലും ഞാൻ വൈറ്റേ മേടിക്കുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ ഈ ഷോപ്പിൽ നിന്ന് എൻ്റെ ഏട്ടായിനെ കണ്ടു കേട്ടോ. ഇതാ എൻ്റെ ഏട്ടായി. അങ്ങനെ ഓണം ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും കുട്ടികൾക്ക് മേടിച്ചിട്ടില്ലേന്ന്. കുട്ടികൾക്ക് ഓണപ്പരിപാടികൾക്ക് മേടിച്ചു കൊടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് മേടിച്ച് തരുന്നതാണ്. അതും കഴിഞ്ഞ് നേരെ ബസ്സിൽ കയറി. ബസ് എനിക്ക് പ്രിയദർശിനിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ചില ബസ്സിൽ കയറുന്ന സമയത്ത് അവർ ബസ്സിന് പൈസ എടുക്കാറില്ല. അരുണ് പിന്നെ ജോലി ചെയ്ത ബസ്സായിരിക്കും, അല്ലെങ്കിൽ അരുണിൻ്റെ സുഹൃത്തുക്കളായിരിക്കും, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ ബസ്സിൽ നേരെ ഉള്ളിയേരിയേക്ക് കയറി. ആകെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വെയിലും തിരക്കും ഒക്കെ അല്ലേ. അങ്ങനെ ഉള്ളിയേരി കയറി നേരെ കൂൾ ബാറിൽ കയറിയിട്ട് ഞാനൊരു ബർഗർ, സഞ്ജു ഒരു ബർഗറാട്ടോ, മോള് ബ്രെഡ് പോക്കറ്റ് മേടിച്ചു. അതും ഞാൻ ലൈമ്, പിള്ളേരെന്താ ഒരാൾ ചിക്കു മേടിച്ചു, ഒരാൾ മറ്റേ ഓറിയോ ജ്യൂസും മേടിച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി കഴിച്ചു. ഞാൻ പറഞ്ഞല്ലോ അവിടെ എവിടെയും കോഴിക്കോട് എവിടെയും ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊന്നും കയറിയില്ല. കാരണം വൈകുന്നേരം ആകുന്തോറും ഭയങ്കര തിരക്കാണല്ലോ ഉണ്ടാവുക. പിന്നെ വീട്ടിലെത്താൻ ലേറ്റ് ആവുമല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്താക്കി, വേഗം നാട്ടിൽ പിടിച്ചിട്ട് പിന്നെ നേരം വൈകിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇതില്ലേ ചോളം അവിടെ ഉപ്പിലിട്ടതുണ്ടായിരുന്നു. അത് 2 മേടിച്ച് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട്. അങ്ങനെ അതും കഴിച്ച് നേരെ വീട്ടിലിങ്ങ് പോന്നു. ഇവിടെ വന്ന് റെസ്റ്റ് എടുത്തു. ഇത്ര മതി. വീട്ടിൽ ഫുഡൊക്കെ ആക്കാൻ മടിയായിട്ട് ചെറുപയർ കഞ്ഞി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവനൊരു സാധനം കൊണ്ടുവന്നത്. നല്ല മധുരമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല നെയ്യിൻ്റെ ടേസ്റ്റ്. അങ്ങനെ അയ്യോ എൻ്റെ ഫോണ് പോയി. എവിടെ പോകാടേ? അയ്യോ ചേട്ടന് നാണം. എടാ കറക്റ്റ് ഫിറ്റാ? നീ പറഞ്ഞ ക്ലോത്ത് ഇട്ടാലാ? ഞാൻ പറഞ്ഞതറിയോ, ചിലതുണ്ട് മറ്റേ ഇട്ട് കഴിഞ്ഞാല് നേരടിക്കുന്നേ ബനിയൻ നെഗലടിക്ക. ഇത് നല്ല ക്ലോത്തും ആണ്, നല്ല ബ്രാൻഡ് സാധനവുമാണ്.
അങ്ങനെ നമ്മളെ ഷോപ്പിംഗ് വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.